ഇന്ന് നമ്മളേ ഒരു നോക്കിയാൽ വലിയൊരു കാട്ടിലോട്ട് ഇറങ്ങിപ്പോയാണ്. ഇത് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പേര് നമുക്കറിയാം സ്ട്രോക്ക് വന്നും അറ്റാക്ക് വന്നൊക്കെ മരിക്കുന്നത്. അങ്ങനെ ഉള്ള അവസ്ഥയിൽ നമുക്കൊരു മരുന്നുണ്ട്, ഒരു ഒറ്റമൂലം ഒരു മരുന്നുണ്ട്. അത് കഴിച്ചാൽ ഭയങ്കര എഫക്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു സ്ഥലം പച്ചമരുന്നാണ്, അത് തേടി നമ്മൾ പോവുകയാണ്. അവിടെ നമ്മുടെ വൈദ്യരുണ്ട്, വാ കാണിച്ചു തരാൻ. വൈദ്യരെ, നമുക്ക് ഈ ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരെ പറഞ്ഞത് സ്ട്രോക്കിനും അതുപോലെ അറ്റാക്ക് മൂത്രക്കല്ലിന് ചേരുവ നല്ലതാണ്, ഒരു അടിപൊളി മരുന്ന്. ഇത് മൂന്നൊരു അടിപൊളി മരുന്നാണ് നമ്മൾ തപ്പി പോണത്. ആയാസകരമായ യാത്രയാണ്. ചില മരുന്നുകൾ തപ്പി കാട് കയറുന്ന കേട്ടിട്ടില്ലേ? യെസ്, ഇതാണ് നമ്മുടെ മരുന്ന് അല്ലേ? ഇതിന്റെ പേരെന്നാ? നീർമരുന്ന് കേട്ടാ. അപ്പൊ ഇതെന്താ സംഭവം? ചെത്തിയെടുക്കുന്ന എന്താണിത്? അതാണ് നീർമരുന്ന് പറയും. ഓ, നീർമരുന്ന്. ഓ, ഇതിന്റെ ഇതാണോ നമ്മൾ ഈ തൊലിയാണോ ഉപയോഗിക്കുന്നത്? ഓ, ഇതെന്താ ചെയ്യുന്നത്? ഇത് അറ്റാക്കിനും അതുപോലെ സ്ട്രോക്കിനൊക്കെ നല്ലതാണെന്ന്. ഇതെങ്ങനെ ഉപയോഗിക്കണ സാധനം? ചേരുവ ചേർക്കണം. ഓ, ചേരുവ ചേർക്കണം. ഓ, പ്രധാനപ്പെട്ട വസ്തു ഇതാണെന്നേ ഉള്ളൂ അല്ലേ? ഇതില് ചേരുവ എന്ന് പറഞ്ഞാല് നീർമരുന്ന്, ഓരില മൂവില നീർമരുന്ന്. ഓവില മൂവില നേർമരുന്ന്. ഓരില മൂവില നീർമരുന്ന്. നീർമരുന്ന് ഒരു കഷ്ണം ചുക്കും ഇഞ്ചി, ചുക്ക ഇഞ്ചി എടുത്തിട്ട് കഷായം വെക്കണം. കഷായം വെച്ചിട്ട് ഇത് മൂന്ന് മാത്രം മതി. ഏത് അറ്റാക്കും ഇല്ലാതാവും. അതായത് ബ്ലോക്ക് കലിഞ്ഞു പോവുക. ബ്ലോക്കിനാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതല്ലേ? ഇത് ചില അങ്ങാടി പീടികയിൽ ഇതല്ല കിട്ടല്, നീളത്തിൽ അരിഞ്ഞിട്ടില്ല. പുഴമരുന്നിന്റെ ഇതാ ഒറിജിനൽ. ഇതാണ് കറക്റ്റ് നീർമരുന്ന് അല്ലേ? നോക്കിയേ, എന്താ കാണാൻ പറയാം. രാഘവേട്ടൻ അങ്ങനെ നോക്കിയേ, ഇതുണ്ടാ രാഘവേട്ടൻ ഇങ്ങനെ ചെത്തി എടുത്തോണ്ടിരിക്കുകയാണ്. നോക്കിയേ, ഇതാണ് ഈ പറയുന്ന പ്രദേശമുള്ള ഈ പുഴയുടെ ഈ പറയുന്ന ഏതോ ഒരു പുഴയാണ്. ഇതിന്റെ ഒരു ഭാഗത്ത് മൊത്തം ഈ നീർമരുന്നുണ്ട്. കല്ലൂർ വഞ്ചിയുണ്ട്. കല്ലൂർ വഞ്ചി അല്ലേ? കല്ലൂർ വഞ്ചി ചേർത്തിട്ട് മൂത്രത്ത് കല്ലിന് കല്ലൂർ വഞ്ചി നീർമരുന്ന്. കല്ലൂർ വഞ്ചി തഴുതാമ, വയൽച്ചുള്ളി, ഞെരിഞ്ഞല്, അങ്ങനെ 5-8 കൂട്ടം മരുന്ന് കൂട്ടിയിട്ട് കഷായം വെച്ച മൂത്രത്തിക്കല്ല് മാറും. അതായത് ഇതിന്റെ കൂട്ടത്തിൽ ചില വസ്തുക്കൾ ചേരുമ്പോൾ പല രോഗങ്ങൾക്കും നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇതൊക്കെ ഇതുപോലത്തെ നാട്ടുവൈദ്യം ചെയ്ത പഴയ വൈദ്യന്മാരെ കണ്ടാലേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള പല ടിപ്സുകളും കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടിയ ടിപ്സാണിത്. ഇതിന്റെ നമ്മൾ കഷായം നമ്മൾ വിൽക്കുന്നുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, കഷായം ഞാനിത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. ഇത് നമ്മൾ വിൽക്കാനല്ല, അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാടൊക്കെ കയറി നമ്മൾ വന്നത് അല്ലേ? ഇതുപോലത്തുള്ള പല അറിവുകളും ഈ പറയുന്ന വൈദ്യരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ എന്താണെന്ന് അറിയാം, വൈദ്യരെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വൈദ്യര് പല സാധനങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരും.